എല്ലാവരും ശബ്ദം ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കണം. ഞാൻ അദ്ദേഹത്തെ കണ്ട അനുവാദം ചോദിച്ചിട്ട് വരാം. ഞാനൊരു ഭക്തനാണ്. വൈദ്യമാണ് എന്റെ തൊഴിൽ. അല്പസ്വല്പം മന്ത്രവാദം അറിയാം. പക്ഷെ എന്ത് ചെയ്യാം? എന്ത് വെയിലത്തും ഒരു കര പറ്റുന്നില്ല. അടിത്തറ ഉറപ്പിക്കാൻ പറ്റണ്ടേ? അവിടെ ഈയിടെ ഒരു മുടന്തനെ ഞൊടിക്കടയില് യോഗം മാറ്റിയെന്ന് കേട്ടു. എന്നെ അവിടുത്തെ ശിഷ്യനാക്കണം. ആ വിദ്യ ഒന്ന് പഠിപ്പിച്ചു തരുന്നു. ഞാൻ വൈദ്യനോ മന്ത്രവാദിയോ ഒന്നുമല്ല. ഒരു വിദ്യയും എനിക്ക് പരിചിതമല്ല. ഇപ്പൊ മനസ്സിലായി. ശാസ്ത്രം സേവയായിരിക്കും. ശാസ്ത്രൻ സേവ, ആതുര ശുശ്രൂഷ, ജനസേവ. അയ്യോ അത് തന്നെയല്ല എന്റെ ഉദ്ദേശം. കർത്താവായ ഈശോമിശിഹായുടെ കാൽപ്പാടുകൾ ഞാൻ പിന്തുടരുന്നു. ആ മാർഗം മാത്രമേ ലോകത്തിന് ശാശ്വത സമാധാനം നേടിക്കൊടുക്കുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏത് മാർഗം സ്വീകരിച്ചാലും എനിക്ക് എന്റെ അടിത്തറ ഒന്ന് ഉറപ്പിക്കണം. അതിനങ്ങ് എന്നോട് സഹായിക്കും. ന്യായമായ ഏത് സഹായവും എപ്പോഴും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. അയ്യോ അത് മതി. പിന്നെ എന്റെ കൂടെ കുറെ രോഗികൾ വന്നിട്ടുണ്ട്. എന്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ ഔഷധവും കൊടുത്തു നോക്കി. അറിയാവുന്ന എല്ലാ മന്ത്രവും ചെയ്തു നോക്കി. ഒരു രക്ഷയില്ല. അവരെ കൂടി അങ്ങൊന്ന് രക്ഷിക്കണം. അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഫലം ദൈവത്തിന്റെ കയ്യിലാണ്. ഫലം ആര് തന്നാലും മതി. പക്ഷെ ഫലം കിട്ടണം. അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാനോ ഒന്നും അനുവദിക്കുന്നു. അശരണർക്ക് ഈ വാതിൽ എപ്പോഴും തുറന്നിരിക്കും. അത് മതി. ഒരു രക്ഷയില്ല. അദ്ദേഹം ധ്യാനത്തിലാണ്. പിന്നെ ഞാൻ കാല് കയറി പിടിച്ച് ഒരു വിധത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് സ്നേഹത്തിലാണെന്ന് വെച്ചോ. പിന്നെ ഒരു കാര്യം പ്രത്യേകം, നമ്മളോട് ഈ കാണിക്കുന്ന സ്നേഹം നമ്മൾ അങ്ങോട്ട് കാണിച്ചില്ലെങ്കിൽ ഇതങ്ങ് പോകും. അതിന് അദ്ദേഹം പ്രതിഫലമൊന്നും വാങ്ങണില്ല എന്നാണല്ലോ പറയണ കേട്ടത്. താൻ എവിടത്തുകാരനാണോ? ദൈവം നമ്മളോട് ചോദിച്ചിട്ടാണോ വഴിപാട് നമ്മൾ കൊടുക്കുന്നത്? ഞങ്ങളെ കൊണ്ടാവുന്നത് ഞങ്ങൾ ചെയ്തുകൊള്ളാം. ഇത് പറഞ്ഞ മാത്രം പോരാ, കയ്യോടെ ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട രൂപത്തിൽ ചെയ്തെങ്കിൽ കാര്യം നടക്കും. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറ. അത് ഞാൻ പറയാം. ഇങ്ങിട്ടോ, ഇതെല്ലാം തീരാത്ത ജാതികളാണ്. അതല്ലേ ഇട്ടോ. ആരും ബന്ധപ്പെട്ട എന്നെ വെച്ച് അങ്ങോട്ട് വന്നേക്കരുത്. ഓരോരുത്തരായിട്ട് വിളിക്കാം. അയ്യോ എന്റെ പൊന്നുസ്വാമിയെ ചതിക്കല്ലേ. അയ്യോ നിങ്ങൾ അടുത്ത ഉറപ്പിച്ചു തോന്നുന്നു. അയ്യോ എന്റെ പൊന്നുസ്വാമി. കർത്താവിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകൾക്ക് ലഭിച്ച ശിക്ഷ, ഇതിൽ നിന്നും മോചനം നേടാൻ ആ നീതിമാനത്തിന്റെ ശരണം പ്രാപിക്കും. അയ്യോ ഞാൻ കർത്താവിൽ ശരണം പ്രാപിക്കുന്നു. എന്റെ കുഴക്കല്ലേ സ്വാമി. എനിക്കിത് പൊക്കി വലിച്ച് നടക്കാനുള്ള ആരോഗ്യമില്ല എന്റെ പൊന്നുസ്വാമി. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായശ്ചിത്തം. നിങ്ങളുടെ ഗുരുതരമായ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ഈ രോഗം ഒരു കാലിൽ നിന്ന് മാറാതെ നിലനിൽക്കട്ടെ. അയ്യോ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സന്തതി പരമ്പരകൾക്ക്. അയ്യോ എന്റെ പൊന്നുസ്വാമി, ഞാൻ ചെയ്ത തെറ്റിന് എന്റെ മക്കൾക്കും മക്കളുടെ മക്കൾക്കും പരമ്പരയ്ക്കും വരണോ? എന്നെ ഒന്ന് രക്ഷിക്കും സ്വാമി. അയ്യോ ഇത് സഹിക്കോ.